വാട്ട് ഇറ്റ്സ് ലൈക്ക് ടു ബി ട്രാൻസ്ജെൻഡർ എന്ന ഒരു കവിത നമുക്ക് പഠിക്കാനുണ്ട്. സെയ്ക്കിസ്റ്റിലെ ഈ വളരെ പ്രധാനപ്പെട്ട ട്രാൻസ്ജെൻഡർ ഐഡൻറ്റിറ്റിയെക്കുറിച്ചുള്ള കവിത. അപ്പോൾ കവിതയിൽ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസിനെ കുറിച്ചും അതുപോലെ തന്നെ ബേസിക് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഡിനയലിനെ കുറിച്ചും വളരെ മൗലികമായ മനുഷ്യാവകാശങ്ങളുടെ നിഷേധങ്ങളെക്കുറിച്ചും ഐഡൻറ്റിറ്റി സ്വത്ത പ്രതിസന്ധിയെക്കുറിച്ചും ആരുടെ ട്രാൻസ്ജെൻഡറിൻ്റെതാണ് കേട്ടോ, ട്രാൻസ്ജെൻഡറിൻ്റെ ഈ വക കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് വരച്ചു കാണുന്നുണ്ട്. ഇൻ ദിസ് പോയം that illustrates the denial of social justice and the identity crisis of the transgender. And what is like to be transgender is a soul-bearing poem, which means a self means ഒരു confessing poem which addresses the gender identity issues in the context of transphobia. Transphobia in such a time that we are having a phobia against transgender people. സോ അങ്ങനെയുള്ളൊരു ട്രാൻസ്ഫോബിയയുടെ സമയത്ത് ഇത് ട്രാൻസ്ജെൻഡർ ഐഡൻറ്റിറ്റിയെ അഡ്രസ്സ് ചെയ്യുകയാണ് ഈ കവിതയിൽ. ദ പോം ഈസ് എൻ ഓട്ടോബയോഗ്രഫിക്കൽ ഇൻ ടച്ച്. മൊക്കോബ് ഡിസ്ക്രൈബ്സ് ഹൗ ഹി കെയിം ഔട്ട് ആസ് എ ട്രാൻസ്ജെൻഡർ. The poem captures the identity crisis imposed on the transgender people every now and then by the mainstream culture. അപ്പം പോയത്തിലുടനീളം മോക്കോബ് തൻ്റെ ഒരു ഓട്ടോബയോഗ്രഫിക്കൽ എലമെൻറ്റ്സോട് കൂടെയാണ് ഈ കവിത പറയുന്നത്. അതായത് ഒരു ഓട്ടോബയോഗ്രഫി പറയുന്നത് പോലെ കവിതയിൽ നമ്മൾ അപൂർവമായി വി റെയർലി സീസ് ദാറ്റ് ഇൻ എ പോം ദാറ്റ് how an autobiography is said. So here it's clearly revealed like an autobiography as a transgender. How did he bring up, means how was he brought up and how her parents raised her, like that. These sort of things are discussed. So anyway, he discusses these transgender. ലീ മോക്കോബ് പറയുന്നുണ്ട്, he discusses the fact that he was taught from a young age that what he felt was something that needed to be cured and how he prayed to be fixed. അപ്പം ചെറുപ്പത്തിൽ തന്നെ ഇതെങ്ങനെയെങ്കിലും ഫിക്സ് ചെയ്യാണെന്തോ ദർ ഇസ് സംതിങ് റോങ് വിത്ത് ബോഡിക്കും തൻ്റെയൊക്കെ എനിക്കെന്തോ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളത് അവൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. അതെങ്ങനെയെങ്കിലും ഫിക്സ് ചെയ്യാനുള്ള പരമാവധി ശ്രമങ്ങളും അതുപോലെ തന്നെ അവൾ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു ടു ബി ഫിക്സ്ഡ്, റെഡിയാക്കാൻ വേണ്ടിയിട്ട്. He talks about how at a certain age it no longer looks like a phase. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സമയത്ത് ആ ഒരു ഏജായിട്ട് അവൾക്ക് പോകുന്ന ഒരു പ്രത്യേക ഒരു ദശാസന്ധിയിൽ ഒരു പ്രത്യേക സമയത്ത് അവൾക്ക് why did she feel like it's not a phase of something but instead becomes something to live every day with a present as is with and present as his personality. And he talks about at a certain age it no longer like a phase. അത് ഫേസ് അല്ലാത്ത രീതിയിൽ, ഒരു കാലഘട്ടം അല്ലാത്ത രീതിയിൽ, ബട്ട് ഇൻസ്റ്റെഡ് അതെന്താണ്, സംതിങ് ടു ലിവ് എവറി ഡേ വിത്ത് അവളുടേതായിട്ടുള്ളൊരു പേഴ്സണോട് കൂടെ ജീവിക്കാനുള്ളൊരു കാലഘട്ടമായിട്ടാണ് അവർ പറയുന്നത്. He discusses the trouble of coming out of the closet and distinguishing between being just homosexual and being transgender. അവളുടെ ഉള്ളിലുള്ള മുറിയിൽ നിന്ന് അവൾ തൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും ഹോമോസെക്ഷലും ഒരു ഹോമോസെക്സ് ആവുക, സ്വർഗാനിയാവുക അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ആവുക എന്നുള്ളതിനെക്കുറിച്ചുള്ള പ്രശ്നങ്ങളും ഒക്കെ പറയുകയാണ്. അതിങ്ങനെ കൃത്യമായിട്ട് വിച്ഛേദിച്ച് അവതരിപ്പിക്കുകയാണ് ഈ കവിത. He balanced the awkwardness of boy and girl. His mother told him he is a miracle and could grow up to be anything he wanted. അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജീവിതത്തിൽ എന്തും വളർന്നാൽ എന്തും ആവാൻ പറ്റുമെന്ന്. ബട്ട് he is a question mark to all others around him. തനിക്ക് ചുറ്റുമുള്ളവർക്കൊക്കെ അവരൊരു ചോദ്യചിഹ്നമാണ്. Towards the end of the poem, ആ കവിതയുടെ അവസാനത്തിലേക്ക് പോകുമ്പോഴേക്ക് ലീ മോക്കോബ് ടേൺസ് ഇൻ ടു എ പെസിമിസ്റ്റിക് മൂഡ്
ഒരു അശുഭാപ്തി വിശ്വാസത്തിലേക്ക് പോകുന്നുണ്ട്. ഹാവിങ് റെക്കഗ്നൈസ് വൺസ് നോൺ അക്സെപ്റ്റൻസ് ഇൻ ദി വേൾഡ് വേർ റിലീജിയസ് പ്രീച്ച് യൂണിവേഴ്സൽ ലവ്. അപ്പോൾ അത് ഒരു 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 ഒന്നും അസ്വീകാര്യമായിട്ടുള്ള ലോകത്ത് തന്നെ അങ്ങനെ റിലീജിയസ് പ്രീച്ചും യൂണിവേഴ്സൽ ലവ് ഒന്നും അസ്വീകാര്യമായിട്ടുള്ള രീതിയിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ ഹീ സേസ് ദാറ്റ് നോ വൺ കവർ നോ വൺ എവർ തിങ്സ് ഓഫ് ട്രാൻസ്ജെൻഡർ ആസ് ഹ്യൂമൻ ബിക്കോസ് ദാറ്റ് ദേ ആർ മോർ ഗോസ് ദൻ ഫ്ലഷ് ആൻഡ് പീപ്പിൾ ഫിയർ ദാറ്റ് ദ എക്സ്പ്രഷൻ ഇസ് ദെയർ ട്രിക്ക്. അപ്പോൾ ആറ് മനുഷ്യന്മാരായിട്ട് ഇവർ കാണുന്നില്ല. ഹി ഗിവ്സ് സം എക്സാമ്പിൾസ് ഓഫ് വാട്ട് ഫൈനലി ഹാപ്പൻ ടു യു ട്രാൻസ്ജെൻഡർ പീപ്പിൾ ബൈ മെൻഷനിങ് സം ഓഫ് ദം ഇൻ ദി പോയം. ചില ഉദാഹരണങ്ങൾ കാട്ടിക്കൊണ്ട് എങ്ങനെയാണ് അവരുടെ ദാരുണമായ അന്ത്യം ട്രാൻസ്ജെൻഡർ പീപ്പിൾ ആയിരിക്കെ അവർ പലതരത്തിൽ ദാരുണാന്ത്യം സംഭവിച്ചത് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. മായ ഹാൾ, ലീല ആൽക്കോൺ, ബ്ലേക്ക് ബ്രൂക്കിംഗ്ടൺ, ഓൾ ഓഫ് ദം ഡൈഡ് വിതൗട്ട് എ വിസ്പർ. അവർക്ക് ഒന്ന് ഉറക്കെ സംസാരിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അവർ മരിച്ചുപോയി ബിക്കോസ് ഓഫ് ദെയർ ട്രാൻസ്ജെൻഡർ ഐഡൻറ്റിറ്റി. Lee's poem is incredible. His phases are meaningful and deep and convey the issues of transgender people effectively. ട്രാൻസ്ജെൻഡർ പീപ്പിളിൻ്റെ ഐഡൻറ്റിറ്റി കൃത്യമായിട്ട് എഫക്റ്റീവ്ലി പറയുന്നുണ്ട്. ദ പോയം എൻഡ്സ് ബൈ സേയിങ് ഹി വാണ്ട്സ് എ സൊല്യൂഷൻ ഫോർ ദ എവറിത്തിങ് ബട്ട് ഹീ നൗ നോസ് ദാറ്റ് ഹീ കനോട്ട് ബി ഫിക്സ്ഡ് ബൈ ഹിസ് പ്രയർ സോ ഹീ ഡസൻ കെയർ അബൌട്ട് ഹിസ് അനാറ്റോമി. അപ്പം ഈ പ്രയർ കൊണ്ട് അത് മാറാൻ കഴിയുകയില്ല. ബിക്കോസ് അതൊരിക്കലും അവൻ്റെ അനാറ്റോമിയെക്കുറിച്ച് പ്രതിപാദിക്കണം. മേ ബി ഗോഡ് ഫൈനലി ലിസൺ ടു ഹിസ് പ്രയേഴ്സ്. അതുകൊണ്ട് തന്നെ സോ ഡസിൻ കെയർ അബൌട്ട് ഹിസ് അനാറ്റോമി, തൻ്റെ ഒരു ആ ഒരു ശരീര രൂപത്തെക്കുറിച്ച് അന്ന് അവർ കെയർ ചെയ്യുന്നില്ല. ആൻഡ് മേ ബി ഗോഡ് ഫൈനലി ലിസൺ ടു ഹിസ് പ്രയേഴ്സ്. മേ ബി അവസാനം ദൈവം അവരുടെ ആ ഒരു തേട്ടത്തിന് ബിസീജിന് കാതോർത്തിരിക്കാം, ലിസൺ ചെയ്തിരിക്കാം എന്നും കൂടി പറഞ്ഞുകൊണ്ടാണ് ഇത് അവസാനിക്കുന്നത്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ സ്റ്റോറി. ലീ മോക്കോവിൻ്റെ ആ ട്രാൻസ്ജെൻഡറിൻ്റെ കവിതയാണ്. ട്രാൻസ്ജെൻഡർ ഐഡൻറ്റിറ്റി എങ്ങനെയൊക്കെയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്, അത് എങ്ങനെയാണ് തൻ്റെ ഒരു ഓട്ടോബയോഗ്രഫി പോലെ പറഞ്ഞിരിക്കുന്നത്, അതിൽ അവൾ നൽകുന്ന ചില ഉദാഹരണങ്ങൾ, ആരൊക്കെയാണ് മരിച്ചിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. പിന്നെ അവൾ പ്രാർത്ഥിച്ചിരുന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരുപാട് ട്രാൻസ്ജെൻഡർ ആയിരിക്കും അവൾക്ക്. പിന്നെ എങ്ങനെയാണ് ആരും തന്നെ ഒരു മനുഷ്യന്മാരായിട്ട് ട്രാൻസ്ജെൻഡേഴ്സിനെ മനുഷ്യന്മാരായിട്ട് കാണുന്നില്ല, അവളെ അങ്ങനെ തന്നെ കണ്ടിരുന്നില്ല. പിന്നെ വലുതായാലും എല്ലാം പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഷീ കാൺ ബി സംവൺ whom she is willing to become. അവളെ ഒരാളായിട്ട് എങ്ങനെയാണ് ആളായിട്ട് മാറാൻ വിചാരിക്കുന്നത് അത് അവൾക്ക് ആവാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ കഥ അവസാനിക്കുന്നത്.